Let us praise and thank the Lord for the opportunity for us to be able to gather together here today. And I want to express my thanks for all of your prayers, even through this difficult time in our family's life. Amen. And be very, very wary that you do not fall into an unawareness. And this is a very familiar verse to all of us. And we all know what the term that day means, which day is being referred to. ആകാശത്തിന്റെ ശക്തി ഇളകി പോകുന്ന ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നത് പേടിച്ചു നോക്കി ആർത്തുകൊണ്ട് മനുഷ്യർ നിർജീവരാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന്റെ 15ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറയാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 11ാമത്തെ വാക്യത്തിലും കാണാൻ കഴിയുന്നത് ആമേൻ. സ്തോത്രം. യുദ്ധവും ക്ഷാമവും. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. ആമേൻ. സ്തോത്രം. ശക്തിയോടെ, ആമേൻ. സ്തോത്രം. മഹാശക്തിയോടെ, മഹാ തേജസ്സോടെ ഒരുവൻ വരുന്നത് കാണും. And we know that there will be famines and wars, and there is no other explanation to that other than one who is strong and mighty is coming. ഒരു വലിയ ഉപദേശം അല്ലെങ്കിൽ വാണി തന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ ആമേൻ തന്നോട് അടുത്ത് വന്നിരുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ ആളുകളോട് പറയുന്ന വാക്യങ്ങളാണിത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ദിവസം കെണി പോലെ നിങ്ങൾക്ക് വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. And Jesus is explaining to those that are there around him in his ministry, his disciples, and those that are listening to him, that you need to be aware that day doesn't catch up to you unexpectedly. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ഹബക്കൂക്ക് പ്രവാചകനും ഈ ഒരു വാണിംഗ് കർത്താവേ അവരുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത് ആമേൻ. ഹബക്കൂക്കിന്റെ 2ാം പുസ്തകത്തിൽ 2ാമത്തെ വാക്യത്തിൽ 4ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. And we also see that the prophet Habakkuk is saying a similar warning to the children of Israel in Habakkuk 2 verses 2, 3 and 4. നമ്മൾ പലപ്പോഴും ആമേൻ നമുക്ക് വെച്ചിരിക്കുന്ന ദർശനത്തിന്റെ ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുമെന്നുള്ള ചിന്ത ഒരുപക്ഷെ ഭൗതികമായ അനുഭവങ്ങളെ കുറിച്ചായിരിക്കാം പറയുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ആമേൻ വലിയൊരു ദർശനം പ്രാപിച്ച ഹബക്കൂക്ക് പറയുകയാണ് ആമേൻ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരും. ആമേൻ. സമയം തെറ്റുകയില്ല. വൈകിയായാലും അതിനായി കാത്തിരിക്കുക. അത് വരും. നിശ്ചയം താമസിക്കുകയില്ല. But Habakkuk reminds us that none other that there is a vision that is written and that has been spoken of, that vision may delay, but for sure it will come in the right expected time. ആമേൻ. ആ ഒരു ദർശനം പ്രാപിപ്പാൻ തക്കവണ്ണം ഹബക്കൂക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രതിസന്ധി അല്ലെങ്കിൽ അവര് ആമേൻ പ്രവാചകന്റെ നിലവിളി നമുക്ക് ആദ്യം കാണാൻ കഴിയും. അയ്യോ കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. നീ എന്താ പ്രവർത്തിക്കാത്തത്? നിലവിളി അവിടെ കാണുന്നത് എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും. ആമേൻ. നീ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? പ്രൈസ്. ജനം ആമേൻ സാഹസ നിമിത്തം അധപതനത്തിലേക്ക്, ആത്മീക അധപതനത്തിലേക്ക് മുന്നോട്ട് പോകുന്ന അനുഭവത്തെ കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന ഒരു പ്രവാചകനാണ്. And we see that Habakkuk himself is crying out on behalf of the people, and we see that the situation Habakkuk is saying, "Oh Lord, how long will you go without speaking to us? How long, Lord?" We see that the people of Israel are backslidden, and they are in a backslidden state spiritually. പ്രധാനമായിട്ട് ഹബക്കൂക്ക് പറയുന്നത് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ന്യായം ആമേൻ വക്രതയായി വെളിപ്പെടുന്നു. 3ാം വാക്യത്തിൽ കാണാൻ കഴിയും. And then we see in verse 3 that what was just, the just words of the law now has become injustice. അതുകൊണ്ട് ഞാനൊരു ജാതിയെ കൽത്തേരെ അവരുടെ മധ്യത്തിൽ അയച്ച് അവരെ നശിപ്പിക്കുമെന്ന ഒരു വാക്ക് ഇസ്രായേൽ മക്കളോട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. So then we see that I will send the people in the midst of the Chaldeans and there to destroy them. അപ്പോൾ ആമേൻ ജാതികൾ അവരെ നിഗ്രഹിക്കാൻ നശിപ്പിക്കാൻ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു പദമുണ്ട് 13ാമത്തെ വാക്യത്തിൽ 1:13 പറയുന്നത്, ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ തകർക്കുന്നത് എന്ത്? നീ നോക്കി നിൽക്കുന്നത് എന്ത്? And so as God has sent them out,
Habakkuk is saying there in chapter 1, verse 13, Lord, why do you stand by as the nations the wicked are fighting against your people, against the righteous? ന്യായപ്രമാണം അനുസരിക്കാത്തത് കൊണ്ട് ജാതീയരായ ചില ശത്രുക്കൾ കടന്നു വന്ന് തന്റെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ജനത്തെ തകർത്തപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം വന്നു, ദുഷ്ടന്മാർ ഈ നീതിമാനായവരെ എന്തിനാ നശിപ്പിക്കുന്നത്, ദൈവം എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. And as Israel has went away from the law of God, and God has used these Gentiles to come and punish the nation of Israel, Habakkuk is asking this question: why do you let the wicked come and destroy the devout righteous? രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹബക്കൂക്ക് കൊത്തളത്തിൽ ചെന്നേച്ച് ഇവരുടെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്താ ഉത്തരം പറയേണ്ടതെന്ന് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം കാണാൻ കഴിയും. And then we see Habakkuk going before the Lord and saying, what can I speak about to these people about their circumstance and their folly? ദൈവത്തിന്റെ അരുളപ്പാടുടനെ ഹബക്കൂക്കിന് വന്നിട്ട് പറയുകയാണ്, നീ ഒരു ദർശനം എഴുതുക, ഓടിച്ചു വായിക്കത്തക്ക നിലയിൽ പലകയിൽ വ്യക്തമായി എഴുതണം. അവൻ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വരിക തന്നെ ചെയ്യും നിശ്ചയം. And so the Lord then instructs Habakkuk to write on a plank, on a board, that the vision has been made, the vision has come, but yet though it may be delayed, it will surely come to pass. കർത്താവായ യേശുക്രിസ്തുവിനോട് അവർ ചോദിക്കുന്ന ചോദ്യമാണ്, മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ വസ്തുതകളൊന്നും നിലനിൽക്കുകയില്ല, ഇത് നശിപ്പാൻ തക്കവണ്ണം 3 ദിവസം കൊണ്ട് ഇതിനെ ഇടിച്ചു തകർക്കും. അപ്പോൾ അവരുടെ ചോദ്യം അത് എപ്പോൾ സംഭവിക്കുമെന്നൊരു ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് പറയുന്നതാണ്, നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. And so the people were asking Jesus about such the beauty of the temple, and he tells them that a great destruction will come upon it, but be weary that day does not catch up to you unexpectedly. ലൂക്കോസ് 21-ാം അധ്യായത്തിലേക്ക് നാം വീണ്ടും കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നത്, അവരോട് അവർ ചോദിക്കുക, കർത്താവേ, ഇങ്ങനെ മനോഹരമായിട്ടിരിക്കുന്ന ഈ വസ്തുതകളൊക്കെ തകർക്കുമെന്ന് നീ പറയുന്നല്ലോ, യുദ്ധങ്ങൾ വരുമെന്നും ക്ഷാമങ്ങൾ വരുമെന്നും ഞാൻ പ്രത്യക്ഷപ്പെടുമെന്ന് ഇത് തകർത്ത് കളയുമെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു വേവലാതി, അത് എപ്പോൾ സംഭവിക്കും, എന്ന് സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്ന് സംഭവിക്കും എന്ന് പറയുകയില്ല, മറിച്ച് ഉത്തരം കൊടുക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്, നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളുവീൻ. And so as the people are asking Jesus about this great magnificent city and the temple, Jesus and they are curious about when this day of destruction will come. He does not give them an actual time or a date, but what he does is a stern warning that you need to prepare yourself that you are not caught off guard. വരികയില്ലെന്നല്ല, ദർശനത്തിന് ഞാൻ ഒരു അവധി വെച്ചിരിക്കുകയാ, അത് വരും, താമസിക്കുകയില്ല, അവൻ നിശ്ചയമായിട്ട് ആ ദിവസം വരും. And it's not that nothing will happen, but there is a vision for sure, and though it may delay, for sure it will come to pass in the right ആകാശത്തിലെ ശക്തികൾ ഇളകും, സമുദ്രം ഇളകി മറിയും, ഭൂമി കുലുങ്ങും, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും വിശ്വാസ ത്യാഗങ്ങളും സംഭവിക്കും. പക്ഷേ ഒരു കാര്യം നാം മറന്നു പോകരുത്, ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേറൊരു സുവിശേഷം കടന്നു വന്ന് സുവിശേഷം മലിനമാക്കപ്പെട്ട് ഇതാ ദൈവമെന്നും ഇവിടെയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. And though there will be signs in the heavens, in the skies, and the earth will quake, and famine and wars will break out, and people will say, there is God here and there he is, but I for sure do not want you to make that mistake and be mistaken. ഇതൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ വരാനുള്ളവൻ വരും, അവൻ ആ ദിവസം നിങ്ങൾക്ക് എന്നെ അനുഗമിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ആ ദിവസം കെണിയാകാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. And he warns that yes, that day will come, and on that day when you come and I meet you, do not be mistaken, and don't let that day come upon you unexpectedly. 24 പറയുന്നുണ്ട്, അതിഭക്ഷണത്താലും
ഉപജീവന ചിന്തകളാലും ആകുല ചിന്തകളാലും ഉപദേശത്തിന്റെ ദുരുപദേശത്തിന്റെ അനുഭവങ്ങളാലും നിങ്ങൾ തെറ്റിപ്പോകരുത്. നിങ്ങൾ സൂക്ഷിക്കണം. ഏതിൽ നിന്ന് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ ചിന്തകൾ കടന്നു വരാതെ ആകുല ചിന്തകൾ കടന്നു നമ്മളെ വേട്ടയാടുമ്പോൾ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, ആ ദിവസം വരും. അത് കണി പോലെ നിങ്ങൾക്ക് വരും. അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ഇതിൽ നിന്ന് തെറ്റി ഒഴിയരുത്. And Jesus is warning in verse 24 that do not be distracted by the thoughts of this world or be led astray by false doctrines and teachings, but for sure do not let that day come upon you unexpectedly without you knowing. ആമേൻ. ഹല്ലേലൂയ. ആകാശത്തിൽ ശക്തികൾക്ക് എന്ത് ഭവിക്കുന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കർത്താവ് പറയുന്നതാണ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് നിങ്ങൾക്ക് ഹല്ലേലൂയ വരാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ആ ദർശനം എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ലോർഡ്. And we can see there plainly it is laid out about what that vision of that return looks like on that day that Christ will return. അവൻ ദർശനം അവധി വെച്ചിരിക്കുന്ന സമാപ്തിയിലേക്ക് വരും. അത് നിലനിൽക്കണമെങ്കിൽ ഹബക്കൂക്ക് പ്രവാചകൻ ഒരു പ്രവചനം പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, നിലനിൽക്കണമെങ്കിൽ വിശ്വാസത്തിൽ നിലനിന്നാൽ നിങ്ങൾക്ക് അത് പ്രാപിപ്പാൻ കഴിയും. അല്ല, സ്വന്തം മനസ്സിൽ തന്നെ തന്നെത്താൻ അഹങ്കരിക്കുന്നുവെങ്കിൽ, തന്നെത്താനെ ചിന്തിക്കുന്നുവെങ്കിൽ, ശക്തിപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് 2:4 കാണാൻ കഴിയും. And we read in Habakkuk 2 chapter 4 that in order to stand firm on that day and to be on the firm foundation, a part of that vision, you need to be standing firm on the word of God, upon the word of God, and not in your own thoughts and in your own reasoning or your own pride. Amen. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. Praise the Lord. But the faithful, the righteous man will live by faith. ആ വിശ്വാസം മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. ദർശനത്തിന് അവധി വെച്ച ദർശനത്തിന് ഒരു സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവൻ നിശ്ചയമായും കാലതാമസം കൂടാതെ വരുമെന്നുള്ള ആ ഒരു പ്രത്യാശ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ ദൈവമക്കളെ. And not only that, that faith is that the one who has promised that vision will come to pass. It indeed will come to pass. Let us stand upon the faith in the word of God to see that day behold in our lives. അപ്പോൾ ആർക്കാണ് അവിടെ കെണി പോലെ വരുന്നത് ചിന്തിച്ചാൽ പറയുന്നത് ഇങ്ങനെയാണ്, ഉപജീവന ചിന്തകളാലും ആകുല ചിന്തകളാലും നിലവിട്ടുള്ള ആഘോഷങ്ങളാലും ഏർപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കുക, ആ ദിവസം ഒരു കെണി പോലെ വരും. And he is reminding us that those that are thinking about the worldly and material things, those who are celebrating festivals, those who have fallen into false teachings and idolatry, those are the people who can expect that day to come without awareness. ന്യായപ്രമാണത്തെ അയച്ചു കളഞ്ഞ ഉപജീവന ചിന്തകളാൽ ആകുലപ്പെട്ട് ഓരോ ദിവസവും ജീവിതത്തിൽ കടന്നു വരുന്ന ആകുല ചിന്തകളാൽ ഭാരപ്പെട്ട് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ തന്നെത്താനെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നെങ്കിൽ നിലനിൽപ്പില്ല. മറിച്ച് വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുന്നെന്ന് പറയുന്നത് വിശ്വാസത്താൽ എന്റെ കർത്താവിന്റെ ദർശനം പൂർത്തിയാകുന്ന ദിവസത്തിനായി ഞാനും നിങ്ങൾ കാത്തിരിക്കുക. And if you are one who has forsaken the law of God and live according to your own wisdom and knowledge and live for the world, and you will not be able to obtain that day. But those who live by faith and who are looking forward to that day will see it come to pass. അപ്പോൾ ഇതിൽ നിന്ന് പരിഹാരം നേടണമെങ്കിൽ അവിടെ പറയുന്നത് സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കുവീൻ. So in order to see that day come to pass, and to see that day, it says that you need to arise and you need to pray. സദാകാലം ഉണർന്നിരുന്ന് ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുവാൻ, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഉത്സാഹത്തോടെ ദൈവസ്ഥലേക്ക് കടന്നു വരുവാൻ നാം തുനിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഇതിനൊരു പരിഹാരമായി ആ കെണിയിൽ പെട്ടുപോകാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ കർത്താവ് സഹായിക്കും. And if we are continuously
in an attitude of prayer, if we pray with fervor and with passion and expectation, then we will not be like those who miss out on this vision, but we ourselves will obtain that vision. And if you are to be awakened, to wake up, then you need to have an expectation. You need to have the expectation that something truly will happen. And when we see the situations occur in this world, and when we hear these prophecies being fulfilled, we need to understand that something indeed will happen. And only if we have that expectation can we awaken, arise, and pray fervently. And when we were all children, we had this great expectation that Santa Claus would come. In India. And so on Christmas Eve, they would wait up all night with expectation, ask their parents, will he come tonight? And they would say yes. But if the parents say no, he's not coming tonight, then they will lay down and go to sleep. And then when their friends tell them, oh, Santa came last night, then they're all in tears. So then we think, oh, maybe he may come the next night. If this vision is fulfilled, if Jesus returns, and if you don't want to miss it, that there is no other option. If he has come, he has come. And it's not that if he doesn't come today, he'll come tomorrow, but to be taken up on that day, you must be in faith, standing firm. പ്രതീക്ഷയില്ലാതല്ല, നാളെയല്ല, ഈ സഭായോഗം നടക്കുമ്പോൾ എന്റെ കർത്താവ് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളെ വലിയൊരു ഉത്സാഹത്തോടെ അവരെ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയും. And we cannot simply say, oh, he did not come in my great-grandfather's generation, nor my generation, nor even maybe not even my kids' generation. But in order to be prepared, we need to have that great expectation and fervor as we pray and as we wait. Even in our worship service today, we need to have that fervor and that expectation. And that righteous man will live by faith. The one with patience and expectation, the righteous man who is awaiting that day, will not die, but he will be taken up with the Lord. പഴയ നിയമത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ അങ്ങനെ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു മത്തായി സുവിശേഷം 24-ാം അധ്യായം 45-48 വരെ ഒരു ഉപമ പറയുകയാ. രണ്ട് ദാസന്മാർ യജമാനന്മാരെ സേവിച്ചു. And in the book of Matthew 24, it says that one servant served two masters. Amen, hallelujah. Praise the Lord. ഒരു ദാസന്റെ പേര് വിശ്വസ്തദാസൻ എന്നാണ്. And one was a faithful servant. മത്തായി 24:45-48. ഒന്ന് വിശ്വസ്തദാസൻ, രണ്ടാമത് ദുഷ്ടദാസൻ. One was a faithful servant, the other one was a wicked servant. വിശ്വസ്തദാസൻ നമ്മളെ പോലെ. And the faithful servant is like us. Praise the Lord. Amen. Hallelujah. Hallelujah. അവൻ ഇന്ന് വരുമെന്ന് പറഞ്ഞു അവന് വേണ്ടതെല്ലാം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു വിശ്വസ്തദാസൻ. And the faithful one made everything ready, knowing that the master would come. രണ്ടാമത്തെ കാറ്റഗറിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. If anybody is fallen into the second category, you must be aware. അപ്പച്ചമാരുടെ കാലത്തെ പറയുന്ന അവൻ ഇപ്പോഴും വരികയില്ല എന്ന് പറഞ്ഞ് ദാസന്മാരോട് കൂടെ ചേർന്ന് അടിയുണ്ടാക്കാൻ തുടങ്ങി. And just like the one who said that he has not come yet in ages before, he was the one that began to make trouble. അവൻ തിന്നാനും കുടിക്കാനും എഴുന്നേറ്റെന്ന പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. And in Exodus it says he rose up and began to eat and drink. കൂട്ടുദാസന്മാരോട് അടി കശപിശ ഉണ്ടാക്കുക.
And with his friends, he was making problems and fights. കൂട്ടുദാസന്മാരോട് കശപിശ ഉണ്ടാക്കുന്നു, കൂടുതൽ സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി. And the reason why they're fighting amongst each other is for position. കൂട്ടുദാസന്മാരോട് അങ്ങനെയല്ലേ വായിച്ചേ, കൂട്ടുദാസന്മാരോട് അടി ഉണ്ടാക്കി. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 24:45-48 അവിടെ കാണുന്നത് അവൻ അങ്ങനെയാ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കുടിപ്പാൻ എഴുന്നേറ്റു, പച്ചിപ്പാൻ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മറന്നു പോകരുത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ടാത്തതിന്, ആവശ്യമില്ലാത്ത ചില ഉത്സവങ്ങൾക്കും ആഘോഷത്തിനും വേണ്ടി നമ്മൾ തുനിയുന്നെങ്കിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എന്ത് മറന്നിട്ടാ പറയുന്നറിയാമോ? അവൻ യജമാനൻ ഇപ്പോഴെങ്ങും വഴിയേയില്ല. അവൻ പണ്ടേ പറയുന്നതല്ല. ദൈവമക്കളെ, ഇന്ന് പകരക്കാൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അവൻ ദുഷ്ടൻ എന്ന ദാസനോ ദുഷ്ടദാസൻ എന്ന ഒരു പേരിലല്ല അറിയപ്പെടേണ്ടത്, വിശ്വസ്തദാസനായി അവൻ എന്നുമെന്നും അവനായി കാത്തിരിക്കുവാൻ തക്കവണ്ണം ദൈവസഭയെ നമുക്കൊന്ന് തയ്യാറാകാം. And if we are like that wicked servant who arose to eat and drink and partake in festivals and all of that, saying that the master is delayed, we should not be like that. The Lord desires us to be like that faithful servant who wants us to be prepared and make ready for his return. പ്രഭാഷണം 32-ാം വാക്യത്തിൽ നോക്കിയപ്പോൾ, മോശ വരാൻ താമസിച്ചപ്പോൾ പ്രൈസ് അവർ ചേർന്ന് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. അവർ തന്നെ ആഘോഷം തുടങ്ങി, വിഗ്രഹാരാധന തുടങ്ങി. കാര്യസാധ്യത്തിന് വേണ്ടി എന്റെ കർത്താവിനെ മറന്നിട്ട് മറ്റു പലതിലേക്ക് തിരിയുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും. In Exodus 32:1, we see that as Moses was delayed from coming down the mountain, that the children of Israel got very tired and fed up and began to form a golden calf and began to worship it. സമാധാനത്തിൽ പറഞ്ഞ കൊലോസ്യർ 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അവർ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർ ജീവിച്ചത് പ്രൈസ് ക്രിസ്തു ആയിരുന്നു അവരുടെ ജീവൻ എന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നു. And in Colossians chapter 3:4, it says that Christ is their life and he was revealed in their life. ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അവൻ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടാൻ പോകുകയാണ്. And the first century Christian, they had the belief that Christ was going to be revealed within them. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 2:45-47 കാണാൻ കഴിയുന്നത് പ്രകാരമാ അവർ ഒരുമനപ്പെട്ടു കൂടി വന്നു ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. And we read then therefore in Acts chapter 2:45-47 that they came together and they were there praying daily. സകലതും പൊതുവായി തന്നെ ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരാൻ തുടങ്ങി. And they brought all of their possessions and they thought that it would be one common thing as they gathered together for prayer. കഥ കേൾക്കുന്നത് പോലെ കേട്ടിച്ചു പോകരുത്. And do not simply hear this as a story. അവന് കെണിയായി വരാതിരിക്കേണ്ടതിന്, so that this day does not come unexpectedly. ആ ദിവസം നമുക്ക് കെണിയായിരിക്കേണ്ടതിന്, and so that day we do not become aware of it. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഉണർന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുവാൻ ഒരു വലിയ പ്രത്യാശയ്ക്ക് ഉടമകളായി തീരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് നൽകാം. And let us prepare ourselves to be recipients and great heirs of that promise that awaits us. Let us not be those who are wicked and those who are unaware of the things that God has spoken to us through that vision. 121 കഴിഞ്ഞ് 1-ാം നൂറ്റാണ്ടിൽ ഒരുമനപ്പെട്ട് കാത്തിരുന്നിട്ടും വന്നില്ല എന്ന് പറഞ്ഞ് ദുഷ്ടദാസനെ പോലെ ആകാതെ വിശ്വസ്തനായ ദാസനെ പോലെ ഇന്ന് അവൻ വരും. അവന്റെ വരവിന് വേണ്ടി അവന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുവാൻ ഇന്ന് പകൽക്കാലം ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഉത്സാഹത്തോടെ ഒരുമനപ്പെട്ട് ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവസഭയെ നമുക്ക് തുടരാം. So let us not be like that wicked servant in the first century who put off the coming of the master, but let us be those who wait in fervent faith and prayer with expectation today as the church ready and prepared for the king to come. Do not forget two things. That they came together in one mind and one accord. And that they came into the temple to worship God. ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒരുക്കി കാത്തിരിക്കുവാൻ അവയെ ഭവനത്തിലാണെങ്കിൽ പോലും ദൈവസന്നിധിയിൽ ഉത്സാഹത്തോടെ ഒരുങ്ങി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് തുടരാം. And the children of God today, just as they did back then, let us even within our own houses
ഒന്നാം നൂറ്റാണ്ടിൽ ഒരുമനപ്പെട്ട് കാത്തിരുന്നെങ്കിൽ ഇന്ന് സഭ ലോകത്തിൽ സെറ്റിലായി കഴിഞ്ഞു. And in that first century, if they gathered together in one mind and accord, here within the 21st century, the church has been established and settled. ആലയം വേണ്ടെന്നല്ല, സെറ്റിലാകാൻ എന്തെല്ലാം തത്രപ്പാടുകളാണ് നമ്മൾ നടത്തുന്നത്. And it's not that we don't need the church, but how many things do we put in the way to be able? എത്ര മനോഹരമായ ആലയം പണിഞ്ഞാലും, and no matter how beautiful of a building we build, ലോകം സഭയിൽ കയറാൻ തക്കവണ്ണം അനുവദിക്കരുത്. Do not allow the world to creep into the church. എത്ര മനോഹരമായ കംഫർട്ട് ഉള്ളതായ ഭവനങ്ങളും വാഹനങ്ങളും ആണെങ്കിൽ പോലും ലോകം ഭവനത്തിനകത്ത് കയറുവാൻ അനുവദിക്കരുത്. And no matter how beautiful your home or the vehicles you have in your driveway, do not allow the world to creep into your home. വ്യക്തിപരമായ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ടാലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും ലോകം വ്യക്തിപരമായ ജീവിതത്തിൽ കയറുവാൻ അനുവദിക്കരുത്. No matter how great your life is and how much health you have, do not allow the world to creep into you. ജീവന്റെ ഉറവിടം ക്രിസ്തുവാ. And the source of life is Christ. നമ്മൾ അതിന് എത്രമാത്രം വില കൊടുക്കുന്നെന്ന് എനിക്കറിയില്ല. And I don't know how much value we place to that. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. And there's a prayer that we often pray. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And as we pray for strong and healthy children, ജീവന്റെ ഉറവിടമായ ക്രിസ്തു എന്തുമാത്രം സ്നേഹിച്ച് നമുക്ക് തലമുറകളെ തന്നു. And how much did the source of life, Jesus Christ, give us healthy children? അത് മാത്രം ചിന്തിച്ചാൽ മതി. And you just have to think about that one thing. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവനെ ഒരുങ്ങി കാത്തിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. And may we be prepared. It is my prayer that we be prepared and expectantly prepared and waiting for his return. അപ്പോസ്തലപ്രവൃത്തി കാലത്തൊക്കെ അന്ന് സഭയിൽ പോകാമെന്ന് പറയുമ്പോൾ, ആരാധനയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ സന്തോഷമായിരുന്നു. And in the days of the Acts of the Apostles, when they said, "Come, let us go and worship," there was a joy there. കഴിഞ്ഞ ആഴ്ച വ്യക്തമായി കേട്ടു. We heard that last week. ഇന്ന് ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, but today as we come into worship, സോഷ്യൽ അക്സെപ്റ്റൻസും ഗ്യാതറിംഗുമായി പോകരുത്. do not allow this to simply be a social gathering for social acceptance. 2 മണിക്കൂർ ചെലവഴിക്കുന്നു. We only spend 2 hours here in this place. ആലയത്തിനകത്തിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ. But as we come here into the sanctuary to worship God, 24 മണിക്കൂർ 7 ദിവസവും തരുന്നുണ്ട്. God gives us 24 hours a day, 7 days a week. 2 മണിക്കൂർ ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ കടന്നു വന്നിരിക്കാൻ. And to be able to separate 2 hours to be coming into the sanctuary of the Lord. പകലുകെട്ടൽ ഇരിക്കുന്നതിനും ആമേൻ സ്തോത്രം ഒരു പ്രമാണമുണ്ട്. And there is a command in the way that we should sit. മക്കൾക്ക് പിതാക്കന്മാരും മാതാപിതാക്കൾക്കോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ക്രമീകരിച്ച് കഴുകൽ പ്രാപിച്ച ആലയത്തിൽ വരണം. And if there is anything in the relationship between children and parents that needs to be rectified before you come into the presence of God. ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കുക. And wives, pay attention to your husbands. പുറമേയുള്ള അനുഭവം കൊണ്ട് ദൈവം പ്രസാദിക്കുകയില്ല. And God does not simply be pleased with the outward things. രാവിലെ കേട്ടു, ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ വാതിൽക്കൽ വെച്ച് ഈ തോലുരിക്കണം. And we heard that this morning before you walk in to come and praise, you need to be able to skin or lay down everything. ഭാര്യ എത്ര ഡാർലിംഗ് എന്ന് വിളിച്ചാലും, അച്ചായനെ എത്ര സ്വീറ്റ് എന്ന് വിളിച്ചാലും, ആലയത്തിന് പുറത്ത് വെച്ച് തോലുരിച്ച് ചതവോ മുറിവോ ഉണ്ടെങ്കിൽ അത് മാറ്റി അതിങ്ങോട്ട് കൊണ്ടുവരുന്നത്. And no matter how sweet the words our husband and wife call each other, before you enter into the presence of God, you need to be able to rectify and clear all of the bruising and the pain and the cuts that are deep. ആടിനെയും കാളയെയും പൂർണ്ണമായി ഹോമയാഗത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, അതിനെ മുറിച്ച് കൊടലുകൾ പുറത്തെടുത്ത് കഴുകി, വചനം കൊണ്ട് കഴുകി, വെള്ളം കൊണ്ട് കഴുകി പുറത്തു വെച്ച് ശുദ്ധീകരിച്ചിട്ട് വേണം അകത്തോട്ട് കൊണ്ടുവരാൻ. And the word of the Lord says that before you bring any animal to the sacrifice, you need to be able to gut that animal and wash the inside of it with water and the word before it is brought there to the temple for sacrifice. അകത്ത കൊടല് കഴുകണം, പുറത്തെ കാലും കഴുകണം.
And you need to wash the innards, and you also need to wash the feet. ബൈബിൾ സ്റ്റഡിക്ക് എല്ലാവരും വരാത്തോണ്ടായി ആവർത്തിക്കുന്നത്. And because not everybody coming for the Bible study is why I'm explaining അകവും this. പുറവും ശുദ്ധീകരിച്ചിട്ട് വേണം ഈ വാതിൽക്കകത്തോട്ട് കടക്കാൻ. And you need to be able to purify what's inward and outward before you walk into these doors. എന്നിട്ട് വേണം ഇതിനകത്ത് വന്നിരിക്കാൻ. Then only can you come and sit here. എന്നിട്ട് വേണം സ്തോത്രം പറയാൻ. And then only can you give God praise. അതൊരു ആരാധനയാണ്. That is an act of worship. പൗലോസ് പറയും തന്നെത്താൻ ശോധന ചെയ്തില്ലെങ്കിൽ. And the Apostle Paul says that if you do not examine yourself, ഈ ആരാധനയിലൂടെ ശിക്ഷാവധി നിങ്ങൾ ആമേൻ ഏറ്റെടുക്കുകയാണ്. that you are placing the punishment upon yourself because of this worship. എന്നും പറഞ്ഞ് ആരാധനയ്ക്ക് വരണ്ടെന്നല്ല. That doesn't mean that you should not come to worship. വെളിയിൽ വെച്ച് ശുദ്ധീകരിക്കുക. But you must purify yourself outside. ഭവനത്തിനകത്ത് ക്രമീകരണം വരുത്തുക. And you need to bring a rectification, a reconciliation within the home. ആ ദിവസം കെണി പോലെ വരാതിരിക്കേണ്ടതിന്. So that day does not fall upon you unexpectedly. ദുഷ്ടദാസനെ നോക്കിയിട്ട് യജമാനൻ പറഞ്ഞു നീ കളിച്ചും കിളിച്ചും നടക്കുകയാ, അവൻ തീയുടെ അകത്തേക്ക് അവനെ എറിഞ്ഞു കളഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം തമ്പുരാൻ ആലയത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് പറയുന്ന ഒരു ദൂതുണ്ട്. ആ ദിവസം കെണി പോലെ വരാതിരിക്കുവാൻ ഒരു ഓപ്ഷനില്ല ദൈവമക്കളെ. നാളെ പിന്നെയും വരുമെന്ന് പറയരുത്. അവൻ വന്നത് ആ കെണിയിൽ പെട്ടുപോകാതെ ഇന്ന് പകൽക്കാലം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. And just as that wicked servant was cast into the fire by the master, do not be like those who have that day unexpectedly come upon them, that they have made that mistake. But no, you are to pray and faithfully make the preparations for the day of the Lord. ആലയത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്തൊരു സന്തോഷമുണ്ടായി. And when you say, come, let us go and worship, there needs to be a joy within the household. സോഷ്യൽ ഗ്യാതറിംഗിനല്ല ഞാൻ ഇന്ന് കടന്നു വന്നത്. I did not come here for a social gathering today. എബ്രായർ 10:37 വാക്യം വിളിച്ചു പറയുക. And Hebrews chapter 10 verse 37 ഇതൊക്കെ says, എത്ര കഷ്ടതയും ഭാരങ്ങളും ഉണ്ടെങ്കിലോ for yet no much how much suffering ആ പ്രതിവച്ച ദർശനം അടുത്തു വന്നിരിക്കുകയാ. that vision that is delayed, it has come. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരാനുള്ളവൻ വരും. And shortly the one who has promised he will come will surely come. താമസിക്കുകയില്ല. There will not be a delay. യാക്കോബിന്റെ ലേഖനം 5:7 വാക്യത്തിൽ വായിക്കുന്നു. And James chapter 5 verse 7 says, പ്രത്യക്ഷത വരെ കാത്തിരിക്കുക. it says, be patient in your waiting. ഒരു കൃഷിക്കാരൻ തന്റെ വിളവെടുപ്പാൻ കാത്തിരിക്കുന്നത് പോലെ Just as a farmer waits for the day of harvest. മത്തങ്ങ നട്ടിട്ട് നാളെ മത്തങ്ങ പിഴുതെത്തിക്കരുത്. And do not plant the squash and think that that squash will കാലയളവുള്ളത് ആ ദർശന സമാപ്തിയിലേക്ക് എത്തുകയാ. but that vision will surely come and sprout. ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ വിളിച്ചു പറയുകയാ. And the situations around us are calling out. ആകാശത്തിന്റെ ശക്തികൾ ഇളകുകയാ. And all of the powers of the air are loose. സമുദ്രങ്ങൾ ഇളകി മറിയുകയാ. And all of the depths are shaking and അവന്റെ quaking. പ്രത്യക്ഷയ്ക്കായി അവർ ക്ഷമയോടെ കാത്തിരിക്കുക. So therefore wait for his coming patiently. ഇതാ അവൻ വേഗം വരുന്നു. Behold, he is coming quickly. യേശു വരുന്നു എന്നുള്ളൊരു പ്രത്യാശ ഉള്ളിലുണ്ടെങ്കിൽ And if you have that hope that Jesus is returning, ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. there will be a transformation in your life. യേശു ഇന്ന് വരുന്നൊരു പ്രത്യാശ ഉള്ളിലുണ്ടെങ്കിൽ And if you have that faith of transformation, ആ നീതിമായ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കും. that righteous man will be firm in his faith. ജീവിത ശൈലിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണമോ? There will be a change in his lifestyle. ഒരു വിശ്വസ്തദാസനായി തീരണമോ? Do you want to be a faithful ഒരു servant? വലിയ പ്രത്യാശ ഉള്ളിൽ വരട്ടെ. Let there be a great hope. യേശു വരും. And Jesus will അവൻ return. ഇന്ന് വരും. And he will return ഈ today. അല്പകാലം കഴിഞ്ഞിട്ട് Then only after a വരുവാൻ short പോകുന്നത് while, he will come. താമസിക്കുകയില്ല. He will not delay. കെണിയിൽ പെട്ടുപോകാതെ So that you are not left behind. തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് Purify yourself. ആ വരവിന് വേണ്ടി കാത്തിരിക്കാം. And wait expectantly for എന്റെ that പൊന്നിലെ return. മക്കളെ ഒരു ഓപ്ഷൻ ഇല്ല. And dear children of God, there is no option for it. ക്രിസ്മസ് പാർട്ടി ഈ പ്രാവശ്യം കണ്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കാണാം. Not that if you do not see Santa Claus this time, he will be there next time. തമ്പുരാന്റെ വരവിന് വേണ്ടി
കാത്തിരിക്കുന്നതിനായിട്ട് praise the And Lord. do not wait for the Lord's return like that. ദിവസം ഇതാ വന്നു കഴിയുന്നു. But here that day is coming quickly. എന്താ നമ്മൾ ചെയ്യേണ്ടത്? So what should we do? 21:34 പറയുകയാ. Verse 21, verse 34 എല്ലാവരും says ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. that everyone must flee ആത്മ ചിന്തയിൽ ഒഴിയട്ടെ. from all distracting ഉപജീവന thoughts, ചിന്തയിൽ ഒഴിയട്ടെ. from those that are passionate about their own ഉള്ളിൽ life, ഭരിക്കുന്ന ഭാരത്തിൽ ഒഴിയട്ടെ. from all the worries that plague you. ഇവിടെ നിൽക്കുമ്പോൾ ഭാരം പ്രയാസമായിട്ടാണ് നിൽക്കുന്നത്. And I stand here today with a great burden of worry and hurt in my heart. എന്നാൽ ഒന്നെനിക്കറിയാം. But one thing I know is ഞാൻ മണ്ണിൽ വളഞ്ഞാലും that even though I'm in എന്റെ the കൊച്ചു dirt, കുഞ്ഞ് മണ്ണിൽ വളയാലും and even if my child is in ഒരു ദിവസമുണ്ട്. that there will be a day, ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. that there will be a day of എന്റെ resurrection, കർത്താവിന്റെ പരമേശ്വാസനമായി because the Lord's coming is near. പരിഹാരം ഒന്നേ ഉള്ളൂ. There is only one remedy, സദാകാലം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. that you awaken and pray without ceasing, സ്വയത്തിൽ ആശ്രയം വയ്ക്കാതെ and do not place trust in yourself, വിശ്വാസത്താൽ മുന്നോട്ട് പോകുവാൻ, but to move forward in faith, ആ വിശ്വാസത്തെ ജീവിക്കുവാൻ, that to live in that faith, സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കാം. and to continually arise and be awake and pray. അതുകൊണ്ട് ഹബക്കൂക്ക് പറയുന്നത് So Habakkuk said, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. you need to go home and read മൂന്നാം it. അധ്യായം അതിന്റെ അവൻ സഹോദരനെ പ്രൈസ് 14 ഭാഗം വായിക്കുമ്പോൾ സഹോദരനെ When you read Habakkuk 3 verse 16 and following, അവൻ ദർശനത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. it speaks clearly about that vision, അവൻ പാവരാൻ പർവ്വതത്തിൽ അവൻ വരും. and that I will come on the Mount Paran. Praise the Lord, hallelujah. അവൻ സ്തോത്രം, hallelujah, praise the Lord, hallelujah. അവൻ സ്തോത്രം, പർവ്വതത്തിൽ അവൻ വരുമ്പോൾ And as he comes on that mountain, അവൻ hallelujah, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 3-4 വാക്യം വായിക്കുമ്പോൾ when you read Habakkuk 3 verses 3 and 4, verses 3 and 3-4. അവൻ ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാലാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം പോലെ ശോഭപ്രളയമായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം മറിഞ്ഞിരിക്കുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും ഹല്ലേലൂയ, അവൻ തേജസ്സുള്ളവനായി മഹത്വമുള്ളവനായി വല്ലഭത്വം മറിഞ്ഞിരിക്കുന്നവനായി ഹല്ലേലൂയ, വലങ്കൈ 7 നക്ഷത്രം പിടിച്ചവനായി പ്രഭയുള്ളവനായി അവന്റെ വരവേറ്റുവാസനമായിരിക്കുകയാണ്. and the one who comes at the trumpet sound, clouded in glory with his hands, and the stars that are in his sky, in his hands, he is the one that is coming again in glory. നമുക്ക് കാണാൻ കഴിയുന്നത് അവന്റെ വരവേറ്റുവാസനമായി. And we see in Revelation chapter 1 that his return is very near. ദർശനമൊക്കെ കണ്ടിട്ട് അവസാനം പറഞ്ഞു നിർത്തുന്ന ഒരു പദമുണ്ട്. And there is a word that Habakkuk says that after he sees his magnificent vision, 13-17 വാക്യങ്ങൾ 3-16-17 വാക്യങ്ങൾ കാണാൻ കഴിയും. ഇനി എന്തെല്ലാം എനിക്ക് സംഭവിച്ചാലും that no matter what happens, ഈ പ്രത്യാശയായിരിക്കും നമ്മളെ ഭരിക്കുന്നത്. that this hope needs to take അതെ, over ഇനി us, എന്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും and no matter what I have lost, ഹല്ലേലൂയ, ഞാൻ അധ്വാനിച്ചതിന് വിളവ് തന്നില്ലെങ്കിലും and even if I don't reap the benefits of what ഞാൻ I worked for, പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ലെങ്കിലും and even if nothing happens that I hoped for, പ്രതീക്ഷിച്ച സൗഖ്യം എനിക്ക് തന്നില്ലെങ്കിലും and even if I don't get the healing I hoped for, ഞാനോ ആനന്ദിക്കും. that I will rejoice in the അവന്റെ Lord. രക്ഷയിൽ ഞാൻ സന്തോഷിക്കും. I will rejoice in His എന്നെല്ലാം salvation, കർത്താവ് എനിക്ക് രക്ഷയിൽ ഞാൻ ആനന്ദിക്കും. and no matter what happens, I will be glad in His salvation. 1 പത്രോസ് 1:3-16 വായിക്കുമ്പോൾ 3-4 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ആ ജീവനുള്ള പ്രത്യാശയ്ക്കായി അവൻ എന്നെ വിളിച്ചിരിക്കുന്നു. And in 1 Peter we see that it is for this hope that we are called. ഇന്ന് പകൽക്കാലം ആ ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് മക്കളെ. And today let that word rule over us. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കാരുണ്യാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. And according to the resurrection of Christ Jesus himself, he has called us into a living hope. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. And here I end my words. ആ ദിവസം കെണി പോലാകാതിരിക്കേണ്ടത്, And so that day does not come upon you unexpectedly. ഓപ്ഷൻ ഇല്ലാത്തൊരു ദിവസമാണ്. That is a day without an option.
fellowship. അതുകൊണ്ട് യേശുക്രിസ്തു തന്നെ അവരോട് പറഞ്ഞത്. That is why Jesus himself instructed ഈ them ആകുല ചിന്തകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിയണം. that you need to set aside every distracting thought. എന്നെ അലട്ടുന്ന ആകുല ചിന്തകൾ ഒത്തിരിയുണ്ട്. There are many thoughts that plague me. അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. There are problems that I cannot seem to find a solution for. എങ്കിലും ഹബക്കൂക്കിനോട് ചേർന്ന് പറയാൻ കഴിയണം. But with Habakkuk we need to be able to say that I will rejoice in the Lord. അവന്റെ രക്ഷയുടെ സന്തോഷം എന്റെ ഉള്ളിലുണ്ട്. That the joy of his salvation is within me. ജീവനുള്ള പ്രത്യാശയ്ക്കായി എന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. That he has called me to a living hope. അവൻ വരും നിശ്ചയം. And that he will return surely. Praise the Lord. ഉണർന്ന് അവൻ സദാകാലം അവന് വേണ്ടി കാത്തിരിക്കുക. So therefore with fervent expectation let us arise. ജീവിതത്തെ ശുദ്ധീകരിച്ച് ഒരുമനപ്പെട്ട് ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ഭവനത്തിൽ ഐക്യതയോടെ ദൈവത്തെ ആരാധിപ്പാൻ കാത്തിരിക്കുവാൻ ദൈവസഭയെ നമുക്ക് ഉണരാം. So Church of God, let us arise, purifying our hearts and our lives, our body and our home together as we wait for the Lord. അതിന് സാധ്യമാകുന്നില്ലെങ്കിൽ, if that is not possible, ഞാൻ ശ്രമിക്കുന്ന കർത്താവേ, say Lord I am trying. എനിക്കത് സാധ്യമാകുന്നില്ല. Lord I cannot do this. വിശ്വസിച്ചാൽ നീ ജീവിക്കൂ. But if by faith നീ you ഒരുക്കി live കാത്തിരിക്കൂ. and you prepare ദൈവം അത് for him, സാധ്യമാക്കി തരും. the Lord will make it നിനക്ക് possible. ഒരുമനപ്പെടാൻ കഴിയുന്നില്ലയോ? If you are not able to do സ്വന്തമായി it, ശുദ്ധീകരണം ഏറ്റെടുക്കാൻ കഴിയുന്നില്ലയോ? if you cannot purify your life, സ്വന്തം മനസ്സുകൊണ്ട് കഴിയുകയില്ല. and if you cannot do it with your own വിശ്വാസത്തോടെ mind, ഏറ്റെടുക്കൂ. take it by faith. ഉണർന്ന് പ്രാർത്ഥിക്കൂ. Arise and എന്റെ pray, ദൈവത്തമ്പുരാൻ നടത്തും. and the Lord will lead അവൻ you. ശക്തിമാനത്രേ. He is one who is the strong ഓ, man. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിച്ചു മാറിയിരിക്കപ്പെട്ട ദൈവമേ, And children of God who are called with the living hope, നമുക്ക് ആ പ്രത്യാശ നമ്മളിൽ ഫലിക്കട്ടെ. let that hope dwell richly in us. ഓ ഹല്ലേലൂയ. ആ ദിവസം നമുക്ക് കഴിയാതിരിപ്പാൻ സകലതും വിട്ടൊഴിഞ്ഞു സദാകാലം ഒരുമനപ്പെട്ട് കൂടിയിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ഭവനത്തിൽ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ സദാകാലം നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വേണ്ടിപ്പെടുവാൻ. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വേണ്ടി. എല്ലാം പ്രൈസ് കാലം ആസന്നമായി പ്രിയരേ, ഒരു നാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരു നാം വിശുദ്ധിയോടെ. ചേർന്ന
ഹല്ലേലൂയ. രോഗമോ മരണമോ ദുഃഖമോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേഹം മണ്ണിൽ മറഞ്ഞാൽ, ഈ ദേഹം മണ്ണിൽ ഇരുന്നാൽ, രൂപാന്തരം പ്രാപിച്ച് എന്റെ കർത്താവിനെ കാണുവാൻ, ഓ ആ ദിവസം കഴിയാതിരിപ്പാൻ ഒഴിഞ്ഞു പോകുവേ. ഉപജീവന ചിന്തകളെ ഒഴിയാ, ആകുല ചിന്തകളെ ഒഴിയാ. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജനങ്ങളുടെ ആവലാതിക്ക് ദൈവം ഹബക്കൂക്കിന് കൊടുത്ത ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഹബക്കൂക്ക്, നീ വിളിച്ചു പറ, ദർശനത്തിൽ ഞാൻ ഒരു അവധി വെച്ചിരിക്കുകയാ. വേദനപ്പെടുന്ന ദൈവമേ, ഭാരപ്പെടുന്ന ദൈവമേ, ഹല്ലേലൂയ. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇവിടെ വിളിച്ചു വിളിച്ച ജീവനുള്ള പ്രത്യാശ കൈവിട്ടു പോകാതെ ഇന്ന് പകൽക്കാരൻ നമ്മളെ ശക്തിയോടെ നയിക്കുവാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ വലിയ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഓ ഗ്ലോറി, ഹല്ലേലൂയ.